നല്ലൊരു മൂവിയാണ്, എല്ലാവരും കാണണം. വെബ് സീരീസ് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സ്റ്റോറി തന്നെയാണ്. നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും കാണണം, അതിന് വിജയിപ്പിക്കണം. വെരി ഇൻറ്റൻസ്. ഭയങ്കര തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. വളരെ നന്നായിരുന്നു മോനെ. എല്ലാവരും പെർഫോമൻസും നന്നായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ കാലമായിട്ട് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന സത്യങ്ങളാണ് ഉള്ളത്. താങ്ക് യു. ഡയറക്ടറുടെ അച്ഛനാണ്, അത് സത്യമാണ് അതിൽ പറയുന്നത്. കോർപ്പറേറ്റുകളുടെ ഒരു രീതി എങ്ങനെയാണല്ലോ, 3 മണിക്കാണ് വിടുക വർക്കുന്നത്, ഓക്കെ 4 മണിക്ക് കാണാം കേട്ടോ, ഹാവ് എ ഗുഡ് സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. It was very nice, nicely written, scripted, directed the web series, and I rated almost 9.5 upon 10. I really liked it, and it's really eye-opener for layman. അതായത് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. എനിക്കറിയില്ലായിരുന്നു. സോ ദിസ് വാസ് എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും പെർഫോമൻസ് ഒക്കെ എങ്ങനെയാണ്? സൂപ്പർ, എല്ലാവരും നന്നായിട്ടുണ്ട്. ശ്രുതിയാണെങ്കിലും നരേനാണെങ്കിലും അതേപോലെ നമ്മുടെ നിവിൻ പോളി ആണല്ലോ മെയിൻ, പുള്ളി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. ഈച്ച് ആൻഡ് എവ്രി ക്യാരക്ടർ. സാഗർ ഭായ്, നമ്മുടെ ആ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്ന സാഗർ ഭായ്, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ഭയങ്കര നീറ്റ് ഒരു ഓണസ്റ്റ് വർക്കാണ്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഓൾ മൈ വിഷസ് ടു ദി കാസ്റ്റ് ആൻഡ് ക്രൂ. എല്ലാം ഭയങ്കര നന്നായിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു സോഷ്യൽ ഡ്രാമയാണ്. സോ ഭയങ്കര ഓണസ്റ്റ് വർക്കാണ്. ഭയങ്കര അടിപൊളിയായിട്ട്. ഭയങ്കര ഒരു സൂപ്പർ സ്റ്റാർ വെബ് സീരീസിൽ വരുമ്പോഴേക്കും അതിനായിട്ടുള്ള റീച്ചും ക്യാൻവാസ് ഭയങ്കര വലുതാവുകയാണല്ലോ. സോ അതിൽ ഭയങ്കര സന്തോഷം. ശരി. ഇതുപോലൊരു സബ്ജക്റ്റ് ഇത്രയും കണ്ടംപററി എന്ന് പറയില്ല, കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മെഡിക്കൽ ഫീൽഡിലുള്ള. ഇന്നൊരു ശരാശരി മനുഷ്യൻ ഏറ്റവും കൂടുതൽ കാശ് സ്പെൻഡ് ചെയ്യുന്നത് മരുന്നുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്ര റെലവൻ്റ് ആയിട്ടൊരു സബ്ജക്റ്റ് ഇത്ര എഫക്റ്റീവായിട്ട് കാണിച്ചതിന് ഹാറ്റ്സ് ഓഫ് ടു ഹോട്ട്സ്റ്റാർ ആൻഡ് അരുൺ. നന്നായിട്ടുണ്ടായിരുന്നു, എല്ലാവരും നന്നായിട്ടുണ്ട്. ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. എവറിബഡി ഡിഡ് ദെയർ ജോബ് വെരി വെൽ. തീർച്ചയായിട്ടും. ഐ മീൻ ഈ എപ്പിസോഡ്സ് പോയെന്ന് അറിഞ്ഞതേ ഇല്ല. It went so fast. നമ്മൾ പല ടൈപ്പ് ഓഫ് സീരീസ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഡ്രഗ്സിനെതിരെ, ടെററിസം, ബ്ലാക്ക് മണി, അങ്ങനത്തെ എല്ലാ കാര്യവും. ബട്ട് ദിസ് ഇസ് എ സീരീസ് ദാറ്റ് ഈസ് വെരി റെലവൻറ്റ് ഫോർ ദ മാർക്കറ്റ്. കാരണം എല്ലാവരുടെയും വീട്ടിൽ എല്ലാവരും ടെൻഷൻ അടിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ, പേടിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഇത് അഡ്രസ്സ് ചെയ്തേക്കുന്നത്. സോ എവറിബഡി ഷുഡ് ഡെഫിനറ്റ്ലി വാച്ച് ഇറ്റ്. ആൻഡ് മലയാളത്തിൽ നിന്ന് ഇങ്ങനൊരു സീരീസ് വന്നതിൽ ഇറ്റ്സ് വെരി പ്രൗഡ്. മെഡിക്കൽ ഫീൽഡിനെ കുറിച്ച് മെഡിക്കൽ ഫീൽഡിനെ കുറിച്ചാണല്ലോ പറയുന്നത്. കൃത്യമായിട്ട് ആളുകൾക്ക് ഡെലിവറി ചെയ്യുന്ന രീതിയിൽ തന്നെയാണോ സീരീസ്? 100% എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റും. എല്ലാവരും ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ വീട്ടിൽ ഓരോരുത്തരും പേടിച്ചേക്കുന്ന ഒരു സമയം ഉണ്ടാവും. ഇത് ശരിക്കും നല്ലതാണോ, ഈ മരുന്ന് എനിക്ക് നല്ലതാണോ, അല്ലെങ്കിൽ എന്താ പറയുക, ഈ ചികിത്സ എനിക്ക് വേണ്ടതാണോ, ഇത് കംപ്ലീറ്റ്ലി ശരിക്കും പറഞ്ഞാൽ ഈ സീരീസ് അഡ്രസ്സ് ചെയ്യും. നമ്മൾ കുറച്ചും കൂടി അവെയർ ആവാൻ നല്ലതായിരിക്കും ഈ ഒരു സീരീസ്. എല്ലാവരും വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഐ എം ഷുവർ എവറിബഡി ഈസ് ഗോയിങ് ടു ടോക്ക് അബൌട്ട് നിവിൻ പോളി ഇൻ ദിസ്. കാരണം സിനിമയിൽ എല്ലാവരും ഓക്കെ എനിക്ക് ഇങ്ങനൊരു നിവിൻ പോളിയെ കണ്ടാൽ കൊള്ളാമായിരുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് സീരീസിൽ നിങ്ങൾക്ക് നിവിൻ്റെ ഡിഫറെൻ്റ് ഒരു ഫേസ് കാണാൻ പറ്റും. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് പാർട്ട്. താങ്ക് യു. നല്ല ഞാനിപ്പോൾ എല്ലാവരോടും പറയുന്ന പോലെ തന്നെ ആക്ച്വലി ജിയോ ഹോട്ട്സ്റ്റാർ മലയാളം ഹാസ് ഗോട്ടൻ എ വെരി ഗുഡ് കണ്ടൻറ്റ്. എന്താ പറയുക, വിച്ച് ഫാർമ ഇസ് വെരി ടൈംലി. നമ്മൾ എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും റിലേറ്റ് ആവും. അതിൻ്റെ റീസൺ ബീയിങ് മരുന്ന് കഴിക്കാത്ത ആരുമില്ല. ഇനിയിപ്പം മരുന്ന് കഴിക്കാൻ അല്ലെങ്കിൽ മരുന്ന് വാങ്ങിക്കാൻ പോകുമ്പോൾ ഒരു ചെറിയ ടെൻഷൻ എന്തായാലും ഉണ്ടാവും. ബട്ട് ഇറ്റ്സ് എൻ ഐ ഓപ്പണർ. റിയലി ഫെൽറ്റ് ആൻഡ് നിവിൻ പോളി ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. നിവിൻ പോളി മാത്രമല്ല, അഭിനയിച്ച എല്ലാവരും. ഐ ഫെൽ ഫോർ ഡോക്ടർ ജാനകി. ഓരോ കഥാപാത്രവും ശരിക്കും നമ്മുടെ ഉള്ളിൽ തറയ്ക്കും. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് മീറ്റ് ചെയ്തിട്ടുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കും. ആൻഡ് എ റിയൽ ടൈം സ്റ്റോറി. Thank you very much.